ആർത്തവ സമയത്ത് സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? തീർച്ചയായിട്ടും അത് ദോഷമുള്ളതാണ്. അതിന് എല്ലാ അർത്ഥത്തിലും ദോഷമുള്ളത് കൊണ്ടാണ് ആ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് കർശനമായി ഫിഖ്ഹി കിതാബിൻ്റെ നിർദ്ദേശം നമുക്ക് വന്നത്. മാത്രമല്ല, ഇസ്ലാം അതിനെ ഒരു വലിയൊരു പുണ്യകർമ്മമായിട്ടാണ് കാണുക. കേവലം ഒരു വികാര പൂർത്തീകരണം എന്നതല്ല. ഒരു സഹോദരൻ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി ആ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പോലും അവന് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബികൾ വളരെ കൗതുകത്തോടു കൂടിയാണ് അത് കേട്ടിരുന്നത്. അവൻ്റെ സ്വന്തം വികാര പൂർത്തീകരണത്തിന് പോലും അവന് പ്രതിഫലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവൻ ഇവിടെ അവൻ്റെ വികാര പൂർത്തീകരണത്തിന് വന്നില്ലെങ്കിൽ ഹറാമായ രീതിയിൽ അതിനെ അവൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ അതേ റസൂൽ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ ശിക്ഷയിലേക്ക് പോകാതെ ഈ പ്രതിഫലത്തിലേക്ക് വന്നവന് തീർച്ചയായും അള്ളാഹിൻ്റെ അടുത്തുനിന്ന് പ്രതിഫലമുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പരിഗണന തന്നിരിക്കുന്ന, അങ്ങനെ ഒരു വലിയ പുണ്യമായി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവത്തെ ഒരു സ്ത്രീയുടെ ശാരീരികമായ അശുദ്ധിയുടെ സമയത്ത് അവളുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് കർശനമായ നിരോധനമാണ്. മാത്രമല്ല, ചില കിതാബുകളിലൊക്കെ കാണാം ആ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടുകയും അങ്ങനെ അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്താൽ ആ കുഞ്ഞിന് കുഷ്ഠരോഗം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതൊരു ഭൗതികമായ രോഗത്തിൻ്റെ പേരിൽ മാത്രം ഒഴിവാക്കേണ്ട കാര്യമല്ല, മറിച്ച് അള്ളാഹിൻ്റെ റസൂല് പാടില്ല എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ 100% ആ സമയത്ത് ബന്ധം പാടില്ല എന്ന് പറഞ്ഞ ആ കാര്യത്തെ നമ്മൾ ഒരിക്കലും അവഗണിച്ചിട്ട് നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് നാം നടത്താൻ പാടില്ല. അള്ളാഹു താല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം നിർദ്ദേശിക്കുന്ന സൂക്ഷ്മത കൊണ്ടുവരാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ.